മധുരമൊഴിയിലേക്ക് എല്ലാവർക്കും സ്നേഹസ്വാഗതം. എഞ്ചിസ് ആർമയുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു സ്വർഗീയ വിരുന്ന്, അതാണ് മധുരമൊഴി. മധുരകരമായ സംസാരങ്ങളും വിശുദ്ധരുടെ ജീവിതാനുഭവങ്ങളും കുടുംബങ്ങളുടെ മനോഹരമായ ദൈവോന്മുഖമായ അനുഭവങ്ങളൊക്കെ ചേർത്ത് വെച്ച് ഒരു സ്വർഗീയ വിരുന്ന്. ഇത് നമ്മെ സഹായിക്കും. നമ്മോടൊപ്പം ഉള്ള നമ്മുടെ പ്രിയപ്പെട്ട മാട്ടിൻ ചേട്ടൻ. എല്ലാവർക്കും പരിചയമുള്ള മാട്ടിൻ ചേട്ടനെ സ്നേഹപൂർവ്വം മധുരമൊഴിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മോടൊപ്പമുള്ള കുടുംബം കോട്ടക്കൽ നിന്നുള്ള 2 ഡോക്ടർമാരാണ്. പ്രിയപ്പെട്ട ഫ്രാൻസിസ് ചേട്ടനെയും അനുജിച്ചിയും രണ്ടുപേരെയും സ്നേഹപൂർവ്വം മധുരമൊഴിയുടെ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ഈ മധുരകരമായ നിമിഷത്തിലേക്ക് പ്രത്യേക സ്വാഗതം. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു 3-4 വർഷം നോർത്ത് ഈസ്റ്റ് ഇന്ത്യയുടെ ഏറ്റവും മനോഹര ഭാഗമായ ഷില്ലോങ്ങിൽ പഠിക്കുവാനായിട്ട് ഭാഗ്യം ലഭിച്ചു. നല്ല മലനിരകളൊക്കെ ഉള്ള, എപ്പോഴും മഞ്ഞൊക്കെ പെയ്യുന്ന ഭയങ്കര രസകരമായ ഒരു സ്ഥലം, നല്ല വിശ്വാസമുള്ള സ്നേഹമുള്ള മനുഷ്യരും. അവിടുത്തെ കത്തോലിക്ക സഭയ്ക്ക് ഏകദേശം ഒരു 100-120 വർഷത്തെ പഴക്കമൊക്കെ ഉള്ളൂ. അപ്പോൾ അതിനകത്ത് ഏറ്റവും സന്തോഷകരമായ കാര്യം, എല്ലാ ഞായറാഴ്ചയും ബ്രദർമാരെന്ന നിലയിൽ ഞങ്ങൾക്ക് ഭവന സന്ദർശനത്തിന് പോകാം. അപ്പോൾ ഇവരെ ആരെങ്കിലും വന്ന് നമ്മൾ കൂട്ടിക്കൊണ്ട് പോകും. അവരുടെ ലോക്കൽ ഭാഷയൊക്കെ അത്യാവശ്യം കുറച്ച് വാക്കുകളൊക്കെ അറിയാം. പിന്നെ ഇംഗ്ലീഷ്, പൊട്ട ഇംഗ്ലീഷൊക്കെ കൊണ്ട് പിടിച്ചേക്കാം. അപ്പോൾ ഒരു ദിവസം നല്ല തണുത്ത് വിറച്ച് ഞാൻ ആദ്യമായിട്ട് പോയിക്കൊണ്ടിരിക്കുക. തണുത്ത് വിറച്ച് ഒരു വീട്ടിൽ ചെന്ന് കയറി. പുറത്തൊക്കെ അത്യാവശ്യം നല്ല മഞ്ഞും മഴ എല്ലാം കൂടെ ഒരുമിച്ചങ്ങ് പെയ്യും. അപ്പോൾ വീട്ടിൽ ചെന്ന വഴി അവർ നമുക്ക് പെട്ടെന്ന് കൊണ്ട് നല്ല ചൂട് കാപ്പിയൊക്കെ വെച്ചു. ഞാൻ തണുത്ത് വിറച്ചിട്ട് ഓടിപ്പോയി കാപ്പിയുടെ ഗ്ലാസ്സിൽ പിടിച്ച് പതുക്കെ എടുത്ത് വായിലേക്ക് വെച്ചപ്പോൾ അടുത്തിരുന്നൊരു അൽമായ സഹോദരൻ, ബ്രഡർ ദുവായ് എനിക്കൊന്നും മനസ്സിലായില്ല. അപ്പോൾ പുള്ളിക്ക് ഞാൻ വന്നേ ഉള്ളൂ, പ്രേ ഞാൻ ചമ്മിപ്പോയി. അത് കഴിഞ്ഞ് എനിക്ക് മനസ്സിലായത് അവിടെ അങ്ങനെ കഷ്ടമുണ്ട്. അവർ ഒരു പച്ചവെള്ളം കുടിക്കാൻ പോകണമെങ്കിൽ പോലും ഒരു വീട്ടിൽ ഇരിക്കുമ്പോഴത്തേക്ക് അവരതിന് പ്രാർത്ഥിക്കും. ഞാനത് പല പ്രാവശ്യം മണ്ടത്തരം ഒപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ചെന്ന് ആഘോഷം, നമ്മുടെ നാട്ടിലെ പോലെ ആഘോഷമായിട്ട് കൈയൊക്കെ ഒഴുകി വേഗം പോയി ചോറിലൊക്കെ ഇടുമ്പോൾ ദുവായ് എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കാനുള്ള പ്രാർത്ഥന നന്നായിട്ട് ചമ്മിട്ടുണ്ട് പല പ്രാവശ്യം. ഒരു പ്രാവശ്യം ഒരു ഹോട്ടലിൽ പോയി. ഹോട്ടലിൽ പോയപ്പോഴത്തേക്ക് കുറേ നേരം 10-20 മിനിറ്റ് ഓർഡർ ചെയ്തിട്ട് സാധനം വന്നു. അപ്പോൾ അവിടുത്തെ ഒരു ഫാമിലി എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ നമ്മൾ വന്ന വിശപ്പിന് കിട്ടിയ സമയത്ത് ചാടിക്കറി ചിക്കൻ കാലം പിടിച്ചപ്പോഴത്തേക്കാണ് നോക്കിയപ്പോൾ ആൻറ്റി കൈയൊക്കെ കുപ്പി അപ്പുറത്ത് വെച്ചിരിക്കുക. അവർ കനത്ത പ്രാർത്ഥന, ഹോട്ടലിൽ വെച്ച് പോലും പ്രാർത്ഥന. അപ്പോൾ ഒരു പ്രാവശ്യം ഒരു ഭവന സന്ദർശനം പോയപ്പോഴത്തേക്ക് അവരെന്നോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ലോക്കൽ ഭാഷയല്ലേ, ഞാൻ പറഞ്ഞു പ്രാർത്ഥിച്ച് അളാക്കണ്ട, ചേട്ടൻ പ്രാർത്ഥിച്ചോ, ഞാൻ അവസാനം ആശീർവാദം തന്നേക്കാന്ന് പറഞ്ഞു. അവരൊക്കെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് 2-3 മിനിറ്റാണ് പ്രാർത്ഥന നിർത്തുന്നില്ല. മനുഷ്യരുടെ വിശന്ന് എല്ലാ ഭക്ഷണം കണ്ടുകൊണ്ടിരിക്കുക. ഞാൻ മനസ്സ് വിചാരിക്കുന്നത്, അറിയാവുന്ന പൊട്ട ഭാഷയിലങ്ങ് പ്രാർത്ഥിച്ചാൽ മതി, പ്രാർത്ഥന പെട്ടെന്ന് തീരുമല്ലോ. ഇത് കാര്യം എന്താണെന്ന് വെച്ചാൽ, അവർക്കിത് പ്രാർത്ഥിക്കാതെ അവർ ഹോട്ടലിൽ പോയാലും വീട്ടിൽ നിന്നായാലും തട്ടുകടയിൽ നിന്നായാലും ഒരിക്കലും ഒരു ഭക്ഷണം കഴിക്കത്തില്ല. ഒത്തിരി വലിയ ആഴപ്പെട്ട വിശ്വാസമുണ്ടെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അതൊരു പ്രത്യേക ശൈലിയാണ്. ഇത് തന്നെയാണ് നമ്മുടെ ഇന്നത്തെ മധുരമൊഴിയിലെ സംസാര വിഷയവും. നമ്മുടെ വിശുദ്ധമായ ഭക്ഷണശീലങ്ങൾ, പ്രാർത്ഥനാപൂർവ്വം നമുക്ക് ഒരു ഭക്ഷണശീലം എങ്ങനെ ക്രമീകരിക്കാം. നമുക്ക് നമ്മുടെ കുടുംബത്തിൽ നിന്ന് തുടങ്ങാം. നമ്മുടെ കുടുംബത്തിലൊക്കെ സാധാരണ പ്രാർത്ഥനാപൂർവ്വമൊക്കെ ഭക്ഷണം കഴിക്കാം. ഞാൻ സാധാരണ സെമിനാരിൽ പോയിട്ടാണ് ഈ ശീലമൊക്കെ പഠിച്ചു തുടങ്ങി. വീട്ടിലങ്ങനെ നമ്മൾ കുരിശുവരങ്ങനെ പെട്ടെന്ന് ഓർക്കുമെങ്കിലും അങ്ങനെ കൃത്യമായ പ്രാർത്ഥനാ ശൈലിയൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ നവീകരണത്തിൽ നിന്ന് അപ്പച്ചനും അമ്മച്ചൊന്നും അല്ലായിരുന്നു. നിങ്ങളുടെ വീട്ടിൽ എങ്ങനെയാണ് കുഞ്ഞുങ്ങൾക്ക് അങ്ങനത്തെ ഒരു ശീലങ്ങളൊക്കെ ബാല്യം മുതലേ കൊടുത്തു തുടങ്ങിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും സാർ. കാര്യം നമ്മൾ ആ ഒരു നവീകരണത്തിലൊക്കെ വന്നതിന് ശേഷം ആ ഒരു ബോധ്യം വിശ്വ തന്നിട്ടുണ്ട്. പ്രാർത്ഥിച്ചിട്ട് ഭക്ഷണം കഴിക്കണം എന്നുള്ളൊരു ശീലം. അതുകൊണ്ട് തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് നമ്മൾ കുരിശ് വരച്ച് പ്രാർത്ഥിക്കാറുണ്ട്. മക്കളെ കൊണ്ടും അത് ചെയ്യും. ഒട്ടുമിക്ക ചില സമയത്തൊക്കെ അവർ നമ്മളില്ലാത്തപ്പോൾ അവർ സ്കിപ്പ് ചെയ്യുമായിരിക്കും. എന്നാൽ പോലും മക്കൾക്ക് ആ ഒരു ശീലം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. കുരിശ് വരച്ച് പ്രാർത്ഥിച്ചിട്ടാണ്. വെള്ളം കുടിച്ചാലും ഈ അച്ഛൻ നേരത്തെ പറഞ്ഞ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുമ്പോഴാണെങ്കിൽ തന്നെയും നമ്മളത് കുരിശ് വരച്ചിട്ട് വേറെ പുറമേ നിന്നൊരു ഭക്ഷണം കിട്ടുന്നു, എവിടെയെങ്കിലും ഒരു പ്രത്യേക രീതിയിൽ ഭക്ഷണം കിട്ടുന്നു. അപ്പോഴാണെങ്കിൽ പോലും പുറമേ നിന്നിട്ട് ഭക്ഷണമാണെങ്കിലും ബ്ലസ് ചെയ്ത് കഴിച്ചിട്ടേ, ഈവൻ മിഠായി തന്നെ പുറമേ നിന്ന് കിട്ടിയാൽ പോലും ഒന്നും ബ്ലസ് ചെയ്ത് കഴിച്ചിട്ട് പിള്ളേർ അങ്ങനെ ശീലിച്ചു തുടങ്ങിയിട്ടുണ്ട്. പിള്ളേർ കൊടുത്തിട്ടുണ്ട്. ഇത് ഭയങ്കര ആരോഗ്യപരമായി പോലും, നമ്മുടെ ഡോക്ടർ ഫാമിലി ആണല്ലോ, ആരോഗ്യപരമായി പോലും ഇത് ഭയങ്കര സഹായകരമായ കാര്യമാണ്. നമുക്ക് കിട്ടുന്ന ഭക്ഷണത്തിൽ എന്തുമാത്രം മായമോ അല്ലെങ്കിൽ വിഷമോ, പഴയ വിശുദ്ധ ബെനഡിക്റ്റിന്റെ അനുഭവമൊക്കെ ഉണ്ടല്ലോ, കുരിശ് വരച്ചപ്പോഴത്തേക്ക് വിഷമുള്ള ഭക്ഷണം ആ കോപ്പ പൊട്ടിപ്പോയ അനുഭവങ്ങളൊക്കെ ഭയങ്കര നല്ലൊരു ശീലമാണ്. തുടർന്നോളൂ. എന്തായാലും അത് അങ്ങനെ ഞങ്ങൾ ചെയ്യാറുണ്ട്. അങ്ങനെ ഭക്ഷണം അങ്ങനെ ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്തിട്ട് ഇതുവരെ വയറ് കേടായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവില്ല അല്ലേ? അതെ, കർത്താവിന്റെ സംരക്ഷണം എന്തായാലും കിട്ടുന്നുണ്ട്. എനിക്കും അങ്ങനെ ഒരു സിമിലർ ഇതുണ്ട്. ചില സമയത്തെങ്കിലും നമ്മൾ ഹോളി വാട്ടർ കൊണ്ടും വെള്ളം പ്ലസ് ചെയ്ത് ഭക്ഷണം കഴിക്കാറുണ്ട്. അതൊക്കെ ഒത്തിരി സംരക്ഷണവും ധൈര്യവും നൽകാറുണ്ട്. സ്ഥിരമായിട്ട് ഈ എപ്പോഴും ഹോട്ടൽ ഭക്ഷണം കഴിക്കാറുണ്ട്, യാത്രകളുണ്ട്. ഞാൻ മറന്നുപോയാലും മക്കളെ ഓർമ്മിപ്പിക്കും. ഇപ്പോൾ ഞാൻ പ്രത്യേകിച്ച് ഓർത്തത്
മൂന്ന് വയസ്സുള്ളപ്പോൾ ഏറ്റവും ഇളയ ആൾ ഞാൻ ഒരു ദിവസം മറന്നുപോയി. അപ്പോൾ അയാൾ പറഞ്ഞു, അപ്പം കുരിശ് വരച്ചായിരുന്നോ? അപ്പോൾ ശരിക്കും പിള്ളേരുടെ ഉള്ളിൽ അത് കയറി. മാത്രമല്ല ഹോട്ടൽ ഭക്ഷണം അറിയാമല്ല, ശരിക്കും ഭക്ഷണം ഈ വയറ് കേടാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ എൻ്റെ വയറ് ഞങ്ങളുടെ ആരെയും കേടായിട്ടില്ല. എനിക്ക് തോന്നുന്നത് ഈ കുരിശ് വരച്ച് കഴിക്കണതുകൊണ്ടാണെന്നുള്ള ഉറപ്പാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഭക്ഷണശീലങ്ങളിലുള്ള ചർച്ച ഉറപ്പായിട്ടും എങ്ങനെ കൂടുതൽ പ്രോട്ടീനുള്ള ഫുഡ് കൊടുക്കാമെന്നോ അല്ലെങ്കിൽ എത്ര ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള വിറ്റാമിൻ A to Z ഉള്ള സാധനങ്ങൾ കൊടുക്കാമെന്നുള്ളതല്ല. മറിച്ച് നമ്മൾ ശ്രമിക്കുന്നത് എങ്ങനെ വിശുദ്ധമായി പ്രാർത്ഥനാപൂർവ്വം നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാം. ഞാൻ സെമിനാരിൽ ചേർന്ന് കഴിഞ്ഞിട്ടാണ്, സെമിനാരികളിലൊക്കെ നല്ല രസകരമായ പ്രാർത്ഥനയുണ്ട്. ഭക്ഷണത്തിന് മുമ്പ് ഒരു പ്രാർത്ഥനയുണ്ട്, ഭക്ഷണം കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് പോകുന്നൊരു പ്രാർത്ഥനയുണ്ട്. അപ്പോൾ അതിൻ്റെ ഇംഗ്ലീഷ് മലയാളമാണ് ഇച്ചിരി രസം. മലയാളത്തിൽ പ്രാർത്ഥനയുടെ അവസാന ഭാഗം ഇങ്ങനെയാണ് വരുന്നത്: ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചവരെയും ഈ ഭക്ഷണം ഞങ്ങൾക്കായി ഒരുക്കിയവരെയും ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു പറയുമ്പോഴത്തേക്ക് നിങ്ങൾ പെട്ടെന്നൊരു സിനിമ കാണുന്ന പോലെ നമുക്കൊരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരും. നമുക്ക് വേണ്ടി ഇന്ന് അധ്വാനിച്ച ആൾക്കാരെ, ഞങ്ങൾ കിച്ചണിൽ നിൽക്കുന്ന അച്ചായന്മാരെയും അമ്മച്ചിമാരെയും മനസ്സൊക്കെ ഇങ്ങ് മുഖം ഇങ്ങനെ ഓടി വരും പെട്ടെന്ന് മനസ്സിലേക്ക്. അപ്പോൾ അങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ശീലം കൊടുക്കുകയാണെങ്കിൽ വളരെ നന്ദിപൂർവ്വം പിള്ളേർക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റും. അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങൾ നമ്മുടെ കുടുംബത്തിൽ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാറുണ്ടോ? പറഞ്ഞു കൊടുക്കാറുണ്ട്. കാര്യം ചിലപ്പോഴെങ്കിലും ഞാൻ ചെയ്യുന്നത് ചിലപ്പോഴെങ്കിലും മക്കൾ ചില ഭക്ഷണം കഴിക്കാൻ മടി പറയും. അങ്ങനെ അപ്പോൾ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന കഴിക്കുന്ന സമയത്ത് മാത്രമല്ല, അതിനുമുമ്പ് നമ്മൾ വിശന്ന് ഭക്ഷണം കഴിക്കാതെ പട്ടിണി കിടന്ന് മരിക്കുന്ന എത്രയോ ആൾക്കാർ ലോകത്തുണ്ട്. അപ്പോൾ അതിൻ്റെ ചില പിക്ചേഴ്സ് കയ്യിലുണ്ട്. ഇന്ന് ഇത്ര പേര് ഭക്ഷണമില്ലാതെ മരിച്ചു. അപ്പോൾ നമുക്ക് ദൈവം ഇത് നൽകി, ഇപ്പോൾ നന്ദി പറഞ്ഞുകൊണ്ട് ദൈവം ഇന്ന് നൽകിയ ഭക്ഷണം നന്ദി പറഞ്ഞുകൊണ്ട് കഴിക്കാൻ പറയുമ്പോഴത്തേക്ക് പെട്ടെന്ന് അവൻ മടി മാറി കഴിക്കുന്ന കണ്ടിട്ടുണ്ട്. അതായത് ഭക്ഷണമില്ലാതെ വിഷമിക്കുന്ന പോപ്പുലർ ആയിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട്. ഈ ഒരു വേസ്റ്റ് ഇങ്ങനെ ഒരു വേസ്റ്റ് കളക്ട് ചെയ്തിട്ട് കൊണ്ടുപോയിട്ട് അവരുടെ വീട്ടിലേക്ക് അതിൽ നല്ല പീസുകൾ നോക്കി മാറ്റി വെക്കുകയും എന്നിട്ട് അതിരുന്ന് കഴിക്കുന്നതും അവരത് കഴിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ചിട്ട് കഴിക്കുന്നതും ബ്യൂട്ടിഫുൾ വീഡിയോ ആണ്. ശരിക്കും കുട്ടികളെ കാണിച്ചു കൊടുക്കുന്നത്. ചേച്ചിക്ക് എങ്ങനെ മക്കളെ ഇതുപോലത്തെ കാര്യങ്ങൾ, അമ്മയാണല്ലോ ശരിക്ക് ഇതുപോലത്തെ കാര്യങ്ങൾ, നിങ്ങൾക്ക് 5 മക്കളല്ലേ? ഈ 5 മക്കളുടെ ഒരു രൂപീകരണത്തിൽ ഈ ഭക്ഷണം, പ്രാർത്ഥനാപൂർവ്വ ഭക്ഷണം പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. അതെങ്ങനെയാണ് ചേച്ചി ശ്രദ്ധിക്കുന്നത്? പ്രത്യേകിച്ച് ഞാൻ കുക്ക് ചെയ്യുമ്പോഴേ മുതൽ ആ ഒരു പ്രാർത്ഥനയുടെ അന്തരീക്ഷം കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാറുണ്ട്. ഭക്ഷണം പാചകം ചെയ്യുമ്പം ബ്ലസ് ചെയ്ത്, പ്രത്യേകിച്ച് നമ്മളെ ഇളക്കുന്ന സ്പൂൺ കൊണ്ട് തന്നെ അതിലൊരു കുരിശ് വരച്ച്, നമ്മുടെ അമ്മമാർക്കുള്ള വലിയൊരു സുവിശേഷമാണ്. എങ്ങനെ കുഞ്ഞുങ്ങൾ ചിലപ്പോൾ ഭക്ഷണം താല്പര്യമില്ലെന്ന് പറയുന്നവരും അല്ലെ വയറ്റിൽ സ്ഥിരമായിട്ട് ബുദ്ധിമുട്ട് വരുന്നവർക്കൊക്കെ ഇങ്ങനെ പ്രാർത്ഥനാപൂർവ്വം ഭക്ഷണം പ്രിപ്പയർ ചെയ്യുക. അതുപോലെ തന്നെ വെഞ്ചരിച്ച ഉപ്പ് ചിലപ്പോൾ നമ്മൾ ഇടാറുണ്ട്. അത് വളരെ വെഞ്ചരിച്ച ഉപ്പ്. അതിനുശേഷം നല്ലൊരു ചേഞ്ച് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം 5 പേരാണ്, പല ടേസ്റ്റാണ്. ഇപ്പം എല്ലാവർക്കും ഒരേ ടേസ്റ്റ് അല്ല. ഉണ്ടാക്കുന്ന എല്ലാവർക്കും തൃപ്തിയാവണമെന്നില്ല. പ്രത്യേകിച്ച് അതുപോലെ ഗസ്റ്റൊക്കെ വരുമ്പം അതുപോലെ നമ്മൾ കുക്ക് ചെയ്ത് കുരിശ് വരച്ചിട്ട് ഈശോയോട് പറയും, ഈശോയെ പലരാണ്, പല ടേസ്റ്റാണ്, നീ എല്ലാവരുടെയും നാവിന് ഇത് പ്രീതികരമാക്കി തീർക്കണമേ. അനുഭവം പോലാണ്. പത്രോസ് എഴുന്നേറ്റ് എന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും അവരുടേതായ ഭാഷകൾ മനസ്സിലായെന്ന് പറഞ്ഞതുപോലെ എല്ലാവർക്കും അവരുടെ ടേസ്റ്റുകളിൽ ഫുഡ് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ച് പ്രിപ്പയർ ചെയ്യുക. ഇത് അമ്മമാർക്ക് പറഞ്ഞു കൊടുക്കാവുന്ന ഒരു കാര്യമാണ്. കാരണം മിക്കവാറും അമ്മമാര് വീട്ടിൽ വഴക്ക് കേൾക്കുന്ന ഒരു സംഭവം ഉപ്പ് കൂടിപ്പോയി എന്നുള്ള ഒരു കംപ്ലൈൻ്റ് ആണ്. അതെനിക്ക് തോന്നുന്നു ഇത് പ്രാർത്ഥിച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കംപ്ലൈൻറ്റ് ഫുഡ് പ്രിപ്പയർ ചെയ്യുമ്പോൾ രുചി പെട്ടെന്ന് കിട്ടുമെന്നും എനിക്ക് വലിയ അനുഭവമാണ്. കാര്യം ചിലപ്പോഴൊക്കെ ഞങ്ങളുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ അച്ഛന്മാരൊക്കെ വരാറുണ്ട്. അപ്പോൾ അനുസൊക്കെ വൈകുന്നേരം 6 മണിക്ക് വന്നതിന് ശേഷമാണ്, അച്ഛന്മാർക്ക് 7-8 മണിക്ക് കൊടുക്കണമല്ലോ. വളരെ പെട്ടെന്നാണ് പല ഡിഷസ് ഉണ്ടാക്കുന്നത്. പക്ഷേ അച്ഛന്മാർ വളരെ അപ്രീഷിയേറ്റഡ് പോകുന്നത്, വളരെ ടേസ്റ്റി ആയിരുന്നു ടേസ്റ്റ്. അപ്പോൾ എനിക്ക് ഉറപ്പുണ്ട് കാര്യം അനുസ് ഓടിപ്പിടിച്ച് ചെയ്യുന്നതാണ്, പിന്നെ പിള്ളേരെ ഇട്ടിട്ടൊക്കെ ഓടിപ്പിടിച്ച് ഇങ്ങനെ ചെയ്യുന്നതാണ്. പക്ഷേ കർത്താവിൻ്റെ ഒരു കരം അവിടെ ഉണ്ട്. നമ്മുടെ ലിമിറ്റേഷനിൽ കർത്താവ് പ്രവർത്തിക്കുന്നുണ്ട്. പണ്ട് ഇതേ ഫ്ലോറിൽ ഇരുന്നുകൊണ്ട് പണ്ടൊരു ടീച്ചേഴ്സ് ദമ്പതികൾ പറഞ്ഞാൽ ഓർക്കുന്നുണ്ട്. ഒരു ദിവസം നന്നായിട്ട് പ്രാർത്ഥിച്ച് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ടീച്ചറായിരുന്നു, തൃശ്ശൂരിൽ നിന്നുള്ള. അപ്പോൾ കുറച്ച് നാൾക്ക് ശേഷം ഒരു ദിവസം വീട്ടിൽ ഫുഡ് ഉണ്ടാക്കി ശരിയാവണില്ല. അപ്പോൾ ഇളയ കൊച്ചു ചോദിക്കുക, അമ്മ ഇന്ന് പ്രാർത്ഥിച്ചാണോ ഉണ്ടാക്കിയെന്ന്? ഇന്ന് പ്രാർത്ഥിക്കാൻ മറന്നു പോയിക്കണം, അതുകൊണ്ടാണ് ദോശ ഉണ്ട് ശരിയാവാത്തത്. കാരണം കുഞ്ഞുങ്ങൾ പോലും ആ ഒരു കുഞ്ഞിലെ മുതൽ ആ ശീലം അങ്ങ് കിട്ടി വരികയാണ്. വേറൊരു ഇതുള്ളത്, ദൈവമേ സ്നേഹത്താൽ നിറക്കണേന്നും കൂടെ പ്രാർത്ഥിക്കാറുണ്ട്. എന്റെ ഉള്ളിലുള്ള സ്നേഹം ഇതിലേക്ക് കൊടുക്കണമേ. ഏറ്റവും വലിയ സ്നേഹത്തിന്റെ പ്രകടനമായിട്ട് ദൈവമേ അങ്ങയുടെ സ്നേഹം ഇതിലേക്ക് നൽകണമേ. കഴിക്കുന്ന മക്കളിലേക്ക് സ്നേഹം നിറയണമേ. കഴിക്കുന്ന എല്ലാവരിലും ആ ഒരു സ്നേഹത്തിന്റെ അനുഭവം കിട്ടണേന്ന് പ്രാർത്ഥിക്കാറുണ്ട്. ഒരിക്കൽ ഇതുപോലെ മോന് സാധാരണ ഉണ്ടാക്കുന്ന ഒരു ഡിഷ് തന്നെയാണ്, അമ്മ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടല്ലോ. മോനെ ഇതിൽ ഞാൻ സ്നേഹം കൂടി ചേർത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് മോൻ ഇത്രയും ടേസ്റ്റി ആയിട്ട് വരുന്നത്.
ചിലപ്പോൾ ഈ സഹായികൾ വീട്ടിൽ ആന്റിമാര് ഫുഡ് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അമ്മ ഉണ്ടാക്കുമ്പോൾ എന്താ വ്യത്യാസം? അപ്പോൾ അവൻ പറഞ്ഞ അമ്മയുടെ ഫുഡ് കുക്ക് ചെയ്യുമ്പോഴത്തേക്കും അമ്മയുടെ സ്നേഹവും കൂടെ ഉണ്ട്. അഡീഷണൽ സ്നേഹവും പ്രാർത്ഥനയൊക്കെ മിക്സ് ചെയ്തുണ്ടാക്കുമ്പോൾ സ്പെഷ്യൽ റെസിപ്പി, ഒരു ഹെവൻലി റെസിപ്പി ജനറേറ്റ് ചെയ്യുന്നത്. കുക്ക്ഡ് വിത്ത് ലവ്. സെയിം ഫുഡാണ്. ബട്ട് ശരിക്കും ഒരു ക്രൈസ്തവ കുടുംബത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണല്ലോ അത്താഴ മേശ എന്നൊക്കെ പറയുന്നത്. ഞാൻ പണ്ട് ഒരു യുവജനങ്ങൾക്ക് വേണ്ടിയുള്ള നടത്തിയ ധ്യാനത്തിൽ ഇങ്ങനെ അവസാന ദിവസം പിള്ളേർക്ക് പോകുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ കൊടുത്തായിരുന്നു, ജസ്റ്റ് ഫില്ല് ചെയ്ത് അവരുടെ ഒരു കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി. അപ്പോൾ അത് 1-2 ക്വസ്റ്റ്യൻസിൽ ഒരു ക്വസ്റ്റ്യൻ ഇതായിരുന്നു: എത്ര നാളായി നിങ്ങൾ കുടുംബം ഒന്നിച്ച് അവസാനമായൊരു ഭക്ഷണം കഴിച്ചിട്ട്? അതിനകത്തൊരു നല്ലൊരു ശതമാനം ടീനേജേഴ്സിന് ഉത്തരം ഇല്ലെന്നുള്ളതായിരുന്നു. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. ബൈബിളിലേക്ക് നോക്കി ഈശോ പോലും എത്ര കൃത്യതയോടെയാണ് കൂടെ ഉണ്ടായിരുന്ന മക്കളെ, എല്ലാം തലമൂത്തവന്മാരൊക്കെ ആയിരുന്നെങ്കിൽ പോലും ഇവരൊക്കെ ചേർത്ത് പിടിച്ച് എപ്പോഴും ഭക്ഷണം ഒരുമിച്ച് കഴിച്ചിരുന്നു. അത്താഴമേശ, വിശുദ്ധ കുർബാന പോലും സ്ഥാപിക്കപ്പെടുന്നത് പരിശുദ്ധമായ ഒരു അത്താഴമേശയിൽ നിന്നാണല്ലോ. അതുകൊണ്ട് ഈ അത്താഴമേശ അനുഭവം എങ്ങനെയാ മാർട്ടിൻ ചേട്ടാ വീട്ടില്? ഞാൻ ഇതിനു മുമ്പ് ഷെയർ ചെയ്തിട്ടുള്ളതാണ്. വീട്ടിലെ ഒരു ഹാപ്പനിങ് പ്ലേസ് ആണ് ശരിക്കും ഒരു ഡൈനിങ് ടേബിൾ. ശരിക്കും എല്ലാവരും കൂടി തമാശ പറയാലും കുറേ സമയമെടുത്ത് തന്നെയാണ് ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നത്. അപ്പം സംസാരിക്കണ ഒരു സ്ഥലം തന്നെയാണ്. പണ്ട് ഞങ്ങളുടെ വീട്ടിൽ TV ഡൈനിങ് റൂമിലായിരുന്നു. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വരുമ്പോഴത്തേക്കും TV ഓൺ ചെയ്യും. പക്ഷേ ഡെലിബറേറ്റ് ആയിട്ട് പുതിയ വീട് വരുമ്പോഴത്തേക്കും ഡൈനിങ് റൂമിൽ നമ്മൾ TV വെക്കില്ല എന്ന് തീരുമാനിക്കുകയും അത് വേറെ ശരിക്കും അത് കഴിയുമ്പോഴത്തേക്കും മക്കൾ പറഞ്ഞാണ്, ഏറ്റവും ഇളയന്മാർ തന്നെ പറഞ്ഞു, നമ്മൾ കുറേ നേരം സംസാരിക്കുന്നുണ്ട്, നമുക്ക് ഇനി TV ശരിക്കും അത് നന്നായെന്ന് ശരിക്കും കുട്ടികൾ പറയണ്ടായിരുന്നു. അത് ശരിക്കും നല്ല ഒരു ഈ നമ്മുടെ സന്തോഷം കുടുംബത്തിന് നടക്കുന്ന ഒരു സ്ഥലം ഡൈനിങ് ടേബിൾ. നേരത്തെ നമ്മുടെ ഫ്രണ്ട്സേട്ടൻ പറഞ്ഞൊരു കാര്യത്തിലേക്ക് തിരിച്ചു പോകാൻ ഞാൻ വിചാരിക്കുന്നു. ഈ ഹന്നാം വെള്ളം ഉപയോഗിച്ച് ഭക്ഷണം ആശീർവദിച്ച് പ്രിപ്പയർ ചെയ്യൽ. കാരണം എനിക്കൊരു നല്ല അനുഭവം ഒരിക്കലും ഒരു സഹോദരി പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട്. വീട്ടിൽ കുഞ്ഞ് ഭക്ഷണം കഴിക്കുന്നില്ല, അല്ലെങ്കിൽ ഭയങ്കര മടി ഭക്ഷണം കഴിക്കാൻ, അല്ലെങ്കിൽ കഴിക്കുന്നതൊക്കെ എപ്പോഴും അസുഖമായിട്ടും വൈറ്റ് ലൂസുമായിട്ടൊക്കെ മാറുന്നു. അപ്പോൾ ആൻറ്റി പറയണേ ഒന്നും ചെയ്യാതെ തന്നെ, ആരോടും പറയാതെ തന്നെ ഞാൻ ഒരു ദിവസം കുറച്ച് ഹന്നാം വെള്ളമൊക്കെ തളിച്ച് ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ട് പോയി. ആൻറ്റി യാത്ര പോകാൻ വേണ്ടി അന്ന് വൈദ്യുതി പറഞ്ഞു, അമ്മ ഇത് നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നല്ലോ, അത് പ്രത്യേകിച്ചൊന്നുമില്ല, അന്ന് സ്ഥിരം സാധനങ്ങളൊക്കെ തന്നെ. പിന്നെ തുടർച്ചയായിട്ട് എല്ലാ ദിവസവും ആൻറ്റി ഇതൊരു ശീലമാക്കി മാറ്റി. ഭക്ഷണം കൊണ്ട് പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പ് ഒരു ഇച്ചിരി ഹന്നാമ്പളം നടിച്ചേക്കാം. അപ്പോൾ പ്രിയപ്പെട്ട അമ്മമാർക്കൊരു ചെറിയ ടിപ്പും കൂടി ഉണ്ട് കേട്ടോ. വീട്ടിൽ കയറി വരുന്ന മുറി മാത്രമല്ല, സാധിക്കുമെങ്കിൽ അടുക്കളയിൽ ഒരു കുപ്പി ഹന്നാമ്പളം എപ്പോഴും പ്രിപ്പയർ ചെയ്തങ്ങ് വെച്ചേക്കുക. എല്ലാത്തിനും സ്വല്പം അങ്ങ് തളിച്ചു വിടുവാണെങ്കിൽ മക്കൾക്ക് വിശുദ്ധമായിട്ട് അവരുടെ ആത്മാവിനും ശരീരത്തിനും കൂടുതൽ ശക്തിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു ഭക്ഷണ ക്രമീകരണം ഉണ്ടാക്കാൻ പറ്റും. ഡോക്ടർ ഇനി പറഞ്ഞോ, ഒരു ഡോക്ടർ എന്ന നിലയിൽ ഈ ഭക്ഷണ കാര്യങ്ങൾ എങ്ങനെയാണ് നോക്കുന്നത്? കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ആവശ്യത്തിന് ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. അവിടെ നമ്മുടെ വിശപ്പ് മാറിയാൽ നമ്മൾ ഭക്ഷണം കഴിപ്പ് നിർത്തണം. നമ്മുടെ ആയുർവേദ ഭാഷയിൽ പറഞ്ഞാൽ പറയും ഹാഫ് സ്റ്റമക്ക് ഫുഡ് കഴിക്കണം. ഫുൾ എടുക്കുകയാണെങ്കിൽ ഹാഫ് സ്റ്റമക്ക് ഫുഡ് കഴിക്കുക, 1/4 വെള്ളം, ബാക്കി 1/4 നമ്മൾ ഒഴിച്ചിടണം എന്ന് പറയുന്നത്. കാര്യം ഒരിക്കലും നമ്മൾ ഫുൾ സ്റ്റമക്ക് ഫുഡ് കഴിക്കരുത്. അതാണ് നമ്മുടെ ഇൻഡൈജഷനൊക്കെ കാരണമാവും. പിന്നെ രാത്രി കാലങ്ങളിൽ ഹെവി മീൽസ് നല്ലതല്ല. നമ്മളൊക്കെ സാധാരണ രാത്രിക്കാണ് കട്ടി കഴിക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു എനിക്ക് തോന്നിയിട്ടുള്ള അതാണ്. പിന്നെ എനിക്ക് നമ്മുടെ കൊച്ചുമക്കൾക്കാണെങ്കിൽ പോലും അധികം ഫാറ്റി ആയിട്ടുള്ളതും അധികം മധുരമുള്ള ഫുഡും കൊച്ചു പ്രായത്തിൽ പോലും കൂടുതൽ കൊടുക്കരുതെന്നുള്ളതാണ്. അതൊക്കെ നമ്മുടെ ആരോഗ്യത്തെ എന്തായാലും അത് വളർന്നു വരുമ്പോഴും ആ ഒരു ശീലം മാറ്റാൻ പ്രയാസമായിരിക്കും. ചേച്ചിക്ക് 5 മക്കളുള്ളതുകൊണ്ട് സാധാരണ പിള്ളേരെപ്പോഴും വഴക്കുണ്ടല്ലോ, എനിക്ക് ആ ഫുഡ് വേണ്ട ഈ ഫുഡ് വേണ്ട, അങ്ങനത്തെ ഒരു പ്രശ്നം എപ്പോഴും ഉണ്ടാവാറുണ്ടോ? അത് തീർച്ചയായും ഉണ്ട്. പലർക്കും പല ടേസ്റ്റാണ്. അപ്പം ആദ്യമെല്ലാം നമ്മൾ നമ്മുടെ സ്ഥിരം എല്ലാവരും എല്ലാം കഴിച്ചു പഠിക്കണം എന്നുള്ള ആ രീതിയിലാണ് ഫസ്റ്റ് ഞങ്ങൾ ശ്രമിച്ചത് മക്കളെ വളർത്താനായിട്ട്. അത് പലപ്പോഴും ഡൈനിങ് ടേബിളിൽ തർക്കങ്ങളും അസ്വസ്ഥതകളൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ചിലർക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റാതെ എണിച്ചു പോവുകയും. അപ്പം പിന്നെ ഒന്ന് ചിന്തിച്ചു നോക്കി എന്തിനെന്താ ഒരു പരിഹാരം. അന്നേരം തോന്നിയതാണ് എല്ലാവർക്കും ഇഷ്ടമുള്ളത് വളരെ കോസ്റ്റ്ലി ആയിട്ടോ അല്ലെങ്കിൽ സമയമെടുത്തോ അങ്ങനെ ചെയ്യേണ്ടത് ആവണമെന്നില്ല. എന്നാൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. അതെ, കുറച്ച് ഫ്രൈസ്, അതെന്നുവെച്ചാൽ 1-2 പേർക്കാണ് ഈ ഒരു വ്യത്യാസം കൊടുക്കേണ്ട വരാറ്. അപ്പോൾ അവർക്കുള്ള ഒരു ഡിഷ് അഡീഷണൽ മേശപ്പുറത്ത് വെച്ചേക്കുക. വെജിറ്റബിൾസ് കുക്ക് ചെയ്ത് കഴിക്കാൻ പറ്റാത്തവർക്ക് നമ്മൾ സാലഡ്, പച്ചക്കറികൾ പച്ചയ്ക്ക് വെക്കുക, അത് അവർ കഴിച്ചോളും. പിന്നെ വേറെ ഒന്ന് ഫീൽ ചെയ്തിട്ടുള്ളത്, കുട്ടികളെയും കൂടെ കൂട്ടി ഭക്ഷണം വാങ്ങിക്കാൻ പോവുക, ഷോപ്പിങ്ങിന് പോകുമ്പോൾ. അപ്പൊ അവർക്ക് എപ്പോഴും അല്ല, ഇടയ്ക്ക് അതെ നമുക്ക് അവരുടെ ടേസ്റ്റ് മനസ്സിലാവും. ഇത് വാങ്ങിക്കാം. അപ്പം മീൻ വാങ്ങിക്കാൻ പോയാൽ
ഇന്ന മീൻ വാങ്ങിക്കാം, അങ്ങനെ അവർ സെലക്ട് ചെയ്ത് തരുമ്പോൾ പല കുടുംബങ്ങളിലുള്ള പ്രശ്നം ഈ എല്ലാവരും ടേസ്റ്റ് അവരുടെ ഇഷ്ടങ്ങൾ അറിയില്ല എന്നുള്ളതാണ്. അപ്പന്മാർ മേടിച്ചിട്ട് വരും. അപ്പന്മാരാണ് മിക്കവാറും പർച്ചേസിന് പോണത്. അപ്പോൾ അപ്പന്മാർക്ക് ഇഷ്ടമുള്ള സാധനം മേടിച്ചിട്ട് വരും. അത് പിള്ളേർ കഴിക്കുക എന്നുള്ളത് ഫോഴ്സ്ഫുള്ളി വേറെ ഓപ്ഷൻ ഇല്ലാണ്ടായത്. അത് പറയുമ്പോൾ നമുക്ക് ഈ പലർക്കും പല ടേസ്റ്റാണ്. നമുക്ക് ഓരോരുത്തരുടെയും ജനിച്ചു വന്ന വളർന്നു വന്ന ചുറ്റുപാട് വ്യത്യസ്തമാണ്. അപ്പം എല്ലാവരും ഒരേ ടേസ്റ്റ് ആണെന്നില്ല. അപ്പം പലർക്കും ചിലർക്ക് മധുരം അധികം ഇഷ്ടമായിരിക്കും, ചിലർക്ക് എരിവായിരിക്കും ഇഷ്ടം, ചിലർക്ക് കുറച്ച് ഫ്രൈ ആയിരിക്കും. അപ്പം നമ്മൾ എല്ലാവരും ഇങ്ങനെ കഴിച്ചോണൊരു അടിച്ചേൽപ്പിക്കൽ മനോഭാവം സാധാരണ ഇങ്ങനെയാണല്ലോ. നമ്മൾ കുടുംബം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഇച്ചിരി പുണ്യമൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ പറയും ഉള്ളതൊക്കെ എല്ലാവരും കഴിക്കണം, അതാണ് പുണ്യം. ആ ഒരു അതിൽ വലിയ പുണ്യം ഇല്ലെന്നാണോ ഡോക്ടർ സാർ പറഞ്ഞു വരുന്നത്? എനിക്ക് അവരോട് പൂർണ്ണമായി യോജിക്കാൻ പറ്റില്ല. ഓരോ വ്യക്തിയും വ്യത്യസ്തനാണ്. അതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ നമ്മൾ ഫ്ലെക്സിബിൾ ആവണം. എന്ന് വെച്ചാൽ എല്ലാവർക്കും വേണ്ടി 10 പേർക്കുണ്ടെങ്കിൽ 10 ഡിഷ് ഉണ്ടാക്കണമെന്നല്ല. ഒരു ഡിഷെങ്കിലും അവർക്ക് വേണ്ടി ഒരു 2 ഡിഷ് ഉണ്ടാക്കുക. ഒന്ന് എല്ലാവർക്കും അക്സെപ്റ്റബിളും, ഒന്ന് ആ കുട്ടിക്ക് വേണ്ടി എല്ലാവരെയും പരിഗണിക്കുന്നത്. അവരെ കൊണ്ടൊന്ന് പരിഗണിക്കുക. കാര്യം ഈ ഒരു പ്രായം അതാണല്ലോ. ഇത് എനിക്ക് തോന്നുന്ന ഒരു പ്ലാനിങ് ആണ് ഇതിൻ്റെ ഒരു പ്രശ്നം തോന്നുന്നത്. ഇപ്പോൾ എല്ലാവരും ഒരു കോമൺ ഒരു ഇതും കണ്ടുപിടിക്കാനും സാധാരണ ഈ കുടുംബങ്ങളിൽ നന്ദിയോടെ നമ്മളിപ്പോൾ ഓർക്കുകയാണ് കേട്ടോ എല്ലാ അമ്മമാരെയും. നാളെ ഇതുവരെ ഭക്ഷണം വെച്ച് തന്ന എല്ലാ അമ്മമാരെയും സ്നേഹപൂർവ്വം സ്മരിക്കുകയാണ്. കാരണം ഇവർ കഷ്ടപ്പെടുന്ന കഷ്ടപ്പാട്. ഞാനും ഇടയ്ക്ക് ആവേശം മൊത്തം കുക്കിങ്ങിനൊക്കെ ആശ്രമത്തിലൊക്കെ കയറിയിട്ടുണ്ട്. കുക്ക് ചെയ്യാനൊക്കെ ഇഷ്ടമാണ്. അത് കഴിഞ്ഞ് പാത്രം കഴുകലൊക്കെ ഒരുപാടാണല്ലോ പടിപാടുന്നത്. ഇത്രയും വലിയ പണിയാണ് നമുക്ക് മനസ്സിലാവും. അന്നേരമാണ് അമ്മച്ചിനൊക്കെ നമ്മൾ നമസ്കരിക്കുന്നത്. മടിച്ചേണ്ട ഈ കുക്കിംഗ് എന്ന് പറയുന്നത് ആർട്ട് ഓഫ് കുക്കിംഗ്. അത് ശരിക്കും നമ്മൾ അമ്മമാർക്ക് ഇങ്ങനെ കൽപ്പിച്ചു കൊടുത്തേക്കുന്ന സാധനമാണല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ ഹൈലി അവർ ഡിമാൻഡ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇത് കുടുംബം ഒന്നിച്ചൊക്കെ ആ ഒരു മേഖലയിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്ക് ഭക്ഷണക്കാരിൽ കാര്യം മാറ്റം വരത്തില്ലേ? മടിച്ചേണ്ട എങ്ങനെ നോക്കുന്നതിനെ? പക്ഷേ ഇതിൽ 2-3 കാര്യം. ഒന്ന്, എനിക്ക് കുക്കിങ്ങിന് ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. കാരണം പണ്ട് അമ്മച്ചിയുടെ സാരിയിൽ തൂങ്ങി അടുക്കളയിൽ നിന്ന് അമ്മച്ചി കുക്ക് ചെയ്യണത് ഞാൻ കണ്ട്, അത് കാരണം എനിക്കൊരു കുക്കിംഗ് ടേസ്റ്റ് ഉണ്ട്. അപ്പം ഞാനൊരു പ്രാവശ്യം ഇത് മിക്കവാറും വീടുകളിൽ ഇത് അമ്മമാരുടെ ഒരു ഡ്യൂട്ടി ആയിട്ടാണ് നമ്മൾ കാണുന്നത്. സ്ത്രീവർഗത്തെ നമ്മൾ അടച്ചു അതെ, കൊടുക്കുന്നത് അവരുടെ ഒരു ഏരിയ ആണെന്നുള്ളത്. പക്ഷേ ഒരു പ്രാവശ്യം ഞാനിങ്ങനെ 1-2 ഐറ്റം ഒക്കെ ഉണ്ടാക്കി അന്ന് മേരിനെ കാര്യമായി സഹായിച്ച്. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ ഞാൻ ഇത്രയും ചെയ്തിട്ട് എന്നുള്ള ഒരു സംഭവം വരുമല്ലോ. അത് കഴിഞ്ഞിട്ട് എനിക്കൊരു ചെറിയ അസ്വസ്ഥത വന്നു. ഞങ്ങൾ തമ്മിലൊരു ഫ്രിക്ഷൻ വന്നു. അപ്പം ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ ആലോചിച്ചപ്പോൾ ഈശോ ശിഷ്യന്മാരെ കടൽ തീരത്ത് വന്ന് വിളിച്ച് മക്കളെ അപ്പവും നിങ്ങളുടെ അടുത്ത് മീൻ വല്ലതും ഉണ്ടാ, നേരെ അത് ക്ലീൻ ചെയ്ത് അത് ഫ്രൈ ഇത് ഇത് പ്രിപ്പയർ ചെയ്ത് കൊടുത്ത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ ഈശോൻ്റെ മനോഭാവേ, ഈശോന് ആവശ്യമില്ല, അത് ചെയ്യേണ്ട ഒരു കാര്യമില്ല. ദൈവപുത്രനായ ഈശോ അത് ചെയ്യാമെങ്കിൽ എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാനൊന്ന് കുക്ക് ചെയ്താൽ ഒന്നും അത് വലിയ വലിയ കാര്യമല്ല. ഉറപ്പായിട്ട് അപ്പന്മാരൊക്കെ വല്ലപ്പോഴും ഒന്ന് അടുക്കളയുടെ പടിവാതിലൊക്കെ കാണുന്നത്, പ്രത്യേകിച്ച് ആൺമക്കളൊക്കെ ഒന്ന് പടിവാതിലൊക്കെ കാണുന്നത് വളരെ നല്ലൊരു ശീലമാണ്. വീട്ടിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സഹായങ്ങളോ? അതെ, അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ മൂത്ത 2 പേര് കുറച്ചൊക്കെ കിച്ചണിൽ കയറും. മോന് പ്രത്യേകിച്ച് ഒരു ടേസ്റ്റ് ഉണ്ട്. അവനെ സമ്മതിക്കുന്നില്ല എന്നുള്ള കംപ്ലൈന്റ് ആണ് അവൻ പറയാറ്. ചപ്പാത്തി ഉണ്ടാക്കാനോ ദോശ ഉണ്ടാക്കാനോ ഓംലെറ്റ് ഉണ്ടാക്കാനോ അതൊക്കെ മക്കള് റെഡിയാണ്. അരിഞ്ഞു തരാനായിട്ടോ പൊതുവെ അവർക്ക് ഒരു ടാലന്റ് ഉണ്ട്, ഇൻബോൺ ആയിട്ടുള്ള ടാലന്റ് ഉള്ള പോലെ ഫീൽ ചെയ്തിട്ടുണ്ട്, ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇനി പ്രത്യേകിച്ച് പാത്രം കഴുകണ കാര്യം അച്ഛൻ പറഞ്ഞല്ലോ. ഒരു ഇൻസിഡൻറ്റ് ഓർമ്മ വന്നത് എൻ്റെ ഒരു പ്രഗ്നൻസി ടൈമിലാണ്. ലാസ്റ്റ് പ്രഗ്നൻസിയുടെ ടൈമിൽ കുറച്ച് അസ്വസ്ഥതയൊക്കെ ഉണ്ടായിരുന്ന ആ സമയത്ത് ഞാൻ ഇങ്ങനെ കുക്ക് ചെയ്ത് കഴിഞ്ഞ് സിങ്കെല്ലാം നിറഞ്ഞു കിടക്കുമ്പോൾ അന്നത്തെ ചെറിയ ആൾ 4 വയസ്സുള്ള മോള് വന്നിട്ട് വേഗം അമ്മേ സിങ്ക് നിറയെ പാത്രം കാണുന്നുണ്ടല്ലോ. അവള് വേഗം ഒരു ചെറിയ അവൾക്ക് എത്തൂല സിങ്കിലേക്ക്. 4 വയസ്സ്. ചെറിയ സ്റ്റൂളെടുത്ത് സിങ്കിൻ്റെ അടുത്തുകൊണ്ടിട്ട് അവൾ അതിൽ കയറി നിന്ന് വളരെ മനോഹരമായിട്ട് എല്ലാ പാത്രങ്ങളും കഴുകി കമത്തി വെച്ച്, എന്നിട്ട് അവള് ഒക്കെ നനഞ്ഞു ഡ്രസ്സൊക്കെ ഇറങ്ങി നിന്നിട്ട് അമ്മേ ഇനി സിങ്ക് നിറഞ്ഞ എന്നെ വിളിച്ചാൽ മതി, ഞാൻ വന്ന് കഴുകി തന്നോളാം. എന്നാലും അവർക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്തു എന്നുള്ള ചെറിയൊരു ആശ്വാസം. ഒരു കുഞ്ഞു ചപ്പാത്തി ഇടുന്നതോ അല്ലെങ്കിൽ ഒരു ദോശ ഇടുന്നതോ ചമ്മന്തി അരക്കുന്നതോ ഒക്കെ നമ്മളൊന്ന് പ്രോത്സാഹിപ്പിച്ച് കഴിഞ്ഞാൽ പിള്ളേരൊക്കെ ഇതൊക്കെ ഭയങ്കര ഒരു ബൂസ്റ്റ് ആയിരിക്കും. ഇതിൽ പ്രയർഫുള്ളി അവരെ എന്നാ ഒരു അടുക്കളയിലൊക്കെ കൂട്ടിക്കൊണ്ടുവരികയാണെങ്കിൽ ഭയങ്കര മനോഹരമായ കാര്യമായിരിക്കും. ഈ ഭക്ഷണത്തിൻ്റെ ഒരു മറുപുറം കൂടെ ഉണ്ട്. നമ്മുടെ മൂലഭാവങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ഭാവം എന്ന് പറയുന്നത് കൊതിയാണ്. നമ്മൾ അതും കൂടി ഭക്ഷണ ക്രമീകരണം, വിശുദ്ധമായ ഭക്ഷണ ക്രമീകരണം നോക്കുമ്പോൾ നമ്മൾ അതിൽ കൂടി സംസാരിച്ചു പോകണമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം പലപ്പോഴും ഞാനൊരു കുഞ്ഞുദാഹരണം പറയാം. അടുത്തിടെ എൻ്റെ ഒരു സുഹൃത്ത് വിദേശത്ത് സെറ്റിലായ എൻ്റെ ഒരു റിലേറ്റീവും കൂടി ആ ഒരു പെൺകുട്ടിയാണ്. അവളുടെ വിവാഹമൊക്കെ ഉറപ്പിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവൾ നാട്ടിൽ വന്നു. അപ്പോൾ നാട്ടിൽ വന്നപ്പോഴത്തേക്ക് അവൾ കെട്ടാൻ പോകുന്ന പയ്യനും
അവരുടെ 1-2 അടുത്ത ബന്ധുക്കളും ഇവളുടെ അപ്പനും ഒക്കെ ആയിട്ട് ഒരു ഡിന്നർ കഴിക്കാൻ വേണ്ടി പുറത്ത് സംസാരിക്കാൻ വേണ്ടി ഒരു ഹോട്ടലിൽ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവളുടെ അടുത്ത് കെട്ടിയോണ്ടിരിക്കുന്നു, ഇവളെ തൊട്ടിപ്പുറം അപ്പനിരിക്കുക, കെട്ടിയല്ല കെട്ടാൻ പോകുന്ന പയ്യനിരിക്കുന്നു, തൊട്ടിപ്പുറം അപ്പനിരിക്കുന്നു. ഇവരുടെ ഭക്ഷണമൊക്കെ കൊടുത്ത് ഇപ്പോൾ പറയാണ് ഞാൻ ഇവനങ്ങ് നോക്കിക്കൊണ്ടിരിക്കും, ഇവനെ അറിയത്തില്ല, ഇവരെ കണ്ടിട്ടില്ല. പോയി കഴിഞ്ഞപ്പോൾ മിനിറ്റുകൾക്കുള്ളിൽ ഓർഡർ ചെയ്ത സകല ഭക്ഷണം അവൻ കഴിച്ചെടുത്തു. അവൾ പറയണം എൻ്റെ അപ്പന് പോലും കൊടുത്തില്ലത്. ഇതിനോട് എനിക്ക് നാണം വന്നുപോയി. ഇതുപോലെ ആക്രാന്തത്തോടെ ഒരാൾ ഭക്ഷണം കഴിക്കാവോ? ഇതൊരു കുറേ നാൾ പട്ടിണി കിടന്നു, അത് ഹോട്ടലിൽ വന്നിരുന്നിട്ട്. ഇത് ശരിക്കും ഒരു നമ്മൾ അറിയാതെ ഉണ്ടാവുന്ന സാധനമാണ്. ഇപ്പോൾ വീട്ടിൽ കുട്ടികൾക്ക് കിട്ടേണ്ട ഒരു ട്രെയിനിങ് ആണ് എല്ലാവർക്കും തികയോ എന്ന് നോക്കിയിട്ട് സാധനങ്ങൾ എടുക്കാൻ. ശരിക്കും അത് എത്ര പീസ് ഉണ്ട്, എത്ര പേരുണ്ട്, എല്ലാവർക്കും കിട്ടുമോ എന്നുള്ളത് അത് ഇപ്പോഴത്തെ പിള്ളേർക്ക് അത് ഇല്ലാത്ത. അതിന് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഇതൊരു പാപാവസ്ഥയാണ്. മൂലഭാവം എന്നല്ല പറയുന്നത്. മൂലഭാവം എന്ന് പറയുമ്പോൾ പ്രത്യേകത എന്താ? ബാക്കി സകല ഭാവങ്ങളുടെയും ഒരു വേരിതിൽ കിടക്കുന്നത്. ഒത്തിരി പാവങ്ങളിലേക്ക് പോകാൻ സാധ്യതയുള്ളൊരു മേഖലയാണ് ഈ മൂലഭാവമായ കൊതി എന്നുള്ളത്. അത് നിങ്ങളുടെ കുടുംബത്തിൽ അങ്ങനത്തെ എന്തെങ്കിലും സിറ്റുവേഷനോ അല്ലെങ്കിൽ ഇതുപോലത്തെ മേഖലകളിൽ കുഞ്ഞുങ്ങളെ ഒന്ന് ഗൈഡ് ചെയ്യാനോ, മാറ്റിച്ചേട്ടൻ പറഞ്ഞ പോലെ ഷെയർ ചെയ്യിക്കാനോ, അല്ലെങ്കിൽ ചെറിയൊരു ആശയടക്കം, ഇതൊക്കെയാണുള്ളത് അതർവശം, ആശയടക്കം, ഉപവാസം, നോമ്പ്, ഇതുപോലത്തെ കാര്യങ്ങളിലേക്ക് ഒന്ന് കൂട്ടിക്കൊണ്ടു പോകാനൊക്കെ നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും അത് പറ്റിയിട്ടുണ്ട്. പലപ്പോഴും ഉപവാസം നോമ്പൊക്കെ ഞങ്ങൾ എടുക്കാറുണ്ട്. പിന്നെ ഫ്രൈഡേ ഫാസ്റ്റ് ചെയ്തൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്. മക്കൾക്ക് അതറിയാം, അപ്പം അമ്മ അന്ന് ചിക്കൻ കഴിക്കില്ല എന്നുള്ളതൊക്കെ മക്കളുടെ ജീവിതത്തിൽ അവരത് പകർത്തിയിട്ടുണ്ട്. എക്സാമ്പിൾ പറയുമ്പോഴത്തേക്ക് ഞാൻ ഓർക്കായിരുന്നു, ആദ്യ കുർബാനയ്ക്ക് മുമ്പ് മക്കൾക്ക് ഇവർക്ക് പൊതുവേ പിള്ളേർ, ഞങ്ങളുടെ പിള്ളേർ സ്വീറ്റ്സ് ചോക്ലേറ്റ്സ് കഴിക്കുന്ന പിള്ളേരാണ്. അപ്പം ചോക്ലേറ്റ് ഇഷ്ടമാണ് അവർക്ക്, ഐസ്ക്രീമൊക്കെ ഇഷ്ടമാണ്. ഞാൻ ഓർക്കായിരുന്നു, ഈ നമ്മളെ വീട്ടിൽ കുഞ്ഞുപ്രായത്തെ പറ്റി കുറേ വിശുദ്ധരുടെയൊക്കെ ജീവിതം പഠിക്കാറുണ്ട്. അങ്ങനെ ഓരോരുത്തരങ്ങ് പുസ്തകങ്ങളൊക്കെ ഒത്തിരി വായിക്കാറൊക്കെ ഉണ്ട്. ആദ്യ കുർബാനയ്ക്ക് ഒരുക്കമായിട്ട് ജോണും മരിയമോളും, മൂത്ത 2 മക്കൾ, അവർ സ്വയം നമ്മൾ പറയും എന്തെങ്കിലും ഉപേക്ഷിക്കാൻ, അങ്ങനെ നമ്മൾ ജസ്റ്റ് ഞങ്ങൾ പറയും പല മാർഗ്ഗങ്ങളുണ്ട്. വെറുതെ പ്രാർത്ഥനകൾ കുറെ 33 പേജ് പഠിച്ച് തീർക്കുകയല്ല, നമസ്കാരം പഠിച്ച് തീർക്കുകയല്ല പറയും. അപ്പോൾ തീർച്ചയായും അവരെടുത്തൊരു ഇനിഷ്യേറ്റീവ് വെച്ച് കഴിഞ്ഞാൽ അവർ സ്വയം സ്വീറ്റ്സ് കംപ്ലീറ്റ് അങ്ങ് നോമ്പെടുത്തു, സ്വീറ്റ്സും ഐസ്ക്രീമും. അതായത് എനിക്കൊരു 40-50 ദിവസത്തോളം അത് ആദർബാന സ്ഥിതിക്ക് അന്ന് വരെ അവർ കംപ്ലീറ്റ് സ്വീറ്റ്സും ചോക്ലേറ്റ്സും ഐസ്ക്രീം കംപ്ലീറ്റ് ഒഴിവാക്കി. എന്നെ സത്യം പറഞ്ഞാൽ അത്ഭുതപ്പെടുത്തിയത്. കാര്യം ഈ കൊച്ചു കുട്ടികൾക്ക് അത് സാധിക്കുന്നല്ലോ എന്നുള്ളൊരു, അപ്പോൾ അവർ ആ ഒരു സന്തോഷത്തിലാണ് അവർ ദിവ്യകാരണം സ്വീകരിച്ചത്. അപ്പോൾ ഞാൻ പറയാം, അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം ഉപേക്ഷിക്കാൻ കൊച്ചു പിള്ളേർക്ക് വല്ലതും സാധിക്കുന്നു. അപ്പോൾ നമുക്കും അതൊരു ചലഞ്ചിൻ്റെ ആയിരുന്നു സത്യം പറഞ്ഞാൽ. നമുക്ക് ശരിക്കും എന്നെ സംബന്ധിച്ച് ചില കാര്യം നമുക്ക് ചില വാർത്തകളൊക്കെ നമുക്ക് ചിലപ്പോൾ ഒരു ഇതൊക്കെ വരും. പക്ഷെ അത് മക്കൾക്ക് പോലും അത് സാധിച്ചു എന്ന് പറയുമ്പോഴത്തേക്ക് അതിന് മേലെ അവരൊരു ഒരു ഇതാണല്ലോ. ചേച്ചിക്ക് എന്തെങ്കിലും ഇതുപോലത്തെ കാര്യങ്ങളിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി ഉണ്ടോ? ഒരു അനുഭവം ഉള്ളത്, ഈ അവസാനത്തെ കുഞ്ഞിൻ്റെ അഞ്ചാമത്തെ കുഞ്ഞിൻ്റെ 5-ാം മാസത്തിൽ എനിക്ക് പെട്ടെന്ന് അത്യാവശ്യമായിട്ട് കോട്ടയ്ക്കൽ നിന്ന് കൊല്ലം വരെ ഒരു മരണമായി ബന്ധപ്പെട്ട് പെട്ടെന്ന് പോകേണ്ട വന്നു. ആ യാത്ര കഴിഞ്ഞ് വന്ന ഉടനെ ചെറിയ പെയിൻ പോലെ, 5-ാമത്തെ മാസം ആയിട്ടുള്ളൂ, പെയിൻ പോലെ ഉണ്ടായി. അന്ന് രാവിലെ ഞാൻ ജോലിക്ക് പോയതാണ്, മക്കൾ കണ്ടതാണ്, അമ്മ പോണത് കണ്ടതാണ്. അന്ന് വൈകുന്നേരം മക്കൾ വന്നപ്പം അമ്മ കട്ടിലേക്ക് കിടക്കുന്നുണ്ട്. മക്കളെല്ലാവരും ചുറ്റും കൂടി എന്താ പറ്റിയ അമ്മ, എന്താ പറ്റിയേ? അപ്പം ഞാൻ പറഞ്ഞതുപോലെ ചെറിയൊരു പെയിൻ ഉണ്ടായി, ഡോക്ടറെ കണ്ടു. അപ്പോൾ ഡോക്ടർ 2 ദിവസം റെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോഴത്തേക്കും മക്കൾ വയറുവേദന ഉണ്ടായി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാൻ പറഞ്ഞു അതെ, എന്താ പറ്റിയേ, വയറുവേദന ഉണ്ടായ പ്രശ്നമുണ്ടോ? വയറുവേദന അങ്ങനെ അടുപ്പിച്ചൊക്കെ ഉണ്ടായാൽ ചിലപ്പോൾ കുഞ്ഞുവാവ് നേരത്തെ പുറത്തേക്ക് വരാനൊരു സാധ്യതയൊക്കെ ഉണ്ട്. കുഞ്ഞുവാവ് നേരത്തെ വന്നാൽ കുഴപ്പമുണ്ടോ? പറഞ്ഞു ഇപ്പൊ കുഞ്ഞുവാവയ്ക്ക് ചെറിയ വലിപ്പം വന്നിട്ടില്ല, ചെറിയ കുഞ്ഞാണ്, കുറച്ചും കൂടെ വലുതായാലേ കുഞ്ഞുവാവയ്ക്ക് ആരോഗ്യത്തോടെ നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോഴത്തേക്കും അവര് പെട്ടെന്ന് മൂത്ത 2 പേരാണ് പെട്ടെന്ന് മോൻ്റെ വായിന്നാണ് വന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇനി കുഞ്ഞുവാവ ആരോഗ്യത്തോടെ വന്ന് കണ്ടിട്ടേ ഞാൻ ഇനി മിഠായി കഴിക്കുകയുള്ളൂ. അത്തപ്പോഴത്തേക്കും അവര് ബാക്കി എല്ലാവരും, ഞങ്ങളും അങ്ങനെ തന്നെയാണ്, ഇനി കുഞ്ഞാവിനെ കണ്ടിട്ടേ ഭക്ഷണം കഴിക്കുള്ളൂ, കുഞ്ഞാവ ആരോഗ്യത്തോടെ ഇരിക്കണം കണ്ടിട്ടേ ഭക്ഷണം കഴിക്കുള്ളൂ. ചെറിയ മക്കളൊക്കെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും സ്കിപ്പായി. എങ്കിലും മോൻ അതാ കുഞ്ഞ് ജനിച്ച് 4 മാസത്തോളം അവൻ മധുര സ്വീറ്റ്സോ ചോക്ലേറ്റോ എല്ലാം ഒഴിവാക്കി. ആ കുഞ്ഞ് ജനിച്ച ശേഷം മാത്രമാണ് അവന് പിന്നെ കഴിച്ചത്. പിന്നെ കുഞ്ഞ് ജനിച്ച് വലുതായി കഴിഞ്ഞ് ഒരു കുഞ്ഞ് ഉപദ്രവിക്കാൻ ചെല്ലുമ്പം മോൻ തിരിച്ചു പറയും, ഇടി നിന്നെ ഞാൻ നോമ്പ് തോറ്റ് നിന്നെ ആരോഗ്യത്തോടെ ജനിപ്പിച്ചത്. സാധാരണ അമ്മമാര് പറഞ്ഞിട്ടുണ്ട്, നിന്നെ ഞാൻ 10 മാസം ചോമമാണ്, നിനക്ക് ഞാൻ ആ പള്ളി നേരത്തെ വെച്ചതാണെന്നൊക്കെ. ഞാൻ നോമ്പ് തോറ്റു ഞാൻ നോമ്പൊക്കെ തോന്നും, അവളെ ഞാൻ കുറുമ്പത്തൊക്കെയാണ്. പക്ഷെ ഞാൻ അവര് നല്ല അറ്റാച്ച്മെന്റ് ആണ്. അവർ ഫേസ് പോരുന്നൊരു എന്താ പറയാ, ആണും പെണ്ണും വ്യത്യാസമുള്ള നല്ലൊരു ഭക്ഷണത്തിന്റെ പ്രത്യേക മധ്യസ്ഥരായ 2 വിശുദ്ധരുണ്ട്, വിശുദ്ധ ലോറൻസും വിശുദ്ധ ജെമ്മ ഗിൽഗാനിയും.
മിസ്റ്റർ ലോറൻസിനെ അനുസ്മരിച്ചുകൊണ്ട് നമുക്ക് ഈ എപ്പിസോഡ് അങ്ങ് അവസാനിപ്പിക്കാൻ വിചാരിക്കുന്നു. മിസ്റ്റർ ലോറൻസ് ഒരു ആശ്രമത്തിലെ ഒരു സന്യാസാശ്രമത്തിലെ ഒരു സാധാരണക്കാരൻ്റെ ബ്രദറായിരുന്നു. കുശ്നിക്കാരൻ എന്നൊക്കെ പറയത്തില്ല, അടുക്കളക്കാരനായ ബ്രദർ. പണ്ട് അങ്ങനത്തെ ചില സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ പലപ്പോഴും ഇദ്ദേഹത്തിന് സമയത്ത് പള്ളിയിൽ പോകാൻ പറ്റില്ല, ആരാധനയ്ക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ ഈ മനുഷ്യൻ എപ്പോഴും അടുക്കളയിലൊക്കെ തന്നെ. അടുക്കള എന്ന് പറഞ്ഞാൽ എല്ലാവരും കഴിച്ചിട്ട് പോയ പാത്രങ്ങളൊക്കെ കൂമ്പാരം പോലെ കിടക്കും. കുറേ ആൾക്കാരുള്ള ആശ്രമമാണ്. അപ്പോഴത്തേക്ക് ഇവർക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥനാപൂർവ്വം ഭക്ഷണം പ്രിപ്പയർ ചെയ്യില്ല പരിപാടി. ഇത് കഴിഞ്ഞിട്ട് ഈ പാത്രം കഴിയാൻ നിൽക്കുമ്പോഴത്തേക്ക് വിളിച്ച് നിരാശയൊക്കെ തോന്നും. അയ്യോ, എന്നാലും എനിക്ക് ഭക്ഷണത്തിന് പോകാൻ പറ്റി, അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് പോകാൻ പറ്റില്ലോ, ആരാധന കൂടാൻ പറ്റില്ലോ എന്നൊക്കെ വിഷമമൊക്കെ തോന്നും. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ വിഷമിച്ച് നിന്ന് കർത്താവെ എനിക്കിത് കൂടാൻ പറ്റില്ലെന്ന് പറയുമ്പോഴത്തേക്ക് ജീവിതത്തിൽ നടക്കുമെന്ന് പറയുന്നതാണ് ഈ പാത്രങ്ങളുടെ മുകളിലായിട്ട്, കൂട്ടിയിട്ടേക്കുന്ന വേസ്റ്റ് പാത്രങ്ങളുടെ മുകളിലായിട്ട് ദിവ്യകാരുണ്യം, പള്ളിയിൽ വെച്ചിരിക്കുന്ന അതേ അരുളിക്ക ദിവ്യകാരുണ്യം കൃത്യമായിട്ട് ഇതിൻ്റെ മേളിൽ വന്നിരിക്കുന്നു. ഇത് അമ്മമാർക്കുള്ള വലിയൊരു ഒരു സന്ദേശം കൂടിയാണ്. നമ്മുടെ അടുക്കളകൾ, നമ്മുടെ ബാക്കി പണികൾ, നമ്മുടെ അത്താഴമേശകളൊക്കെ കർത്താവിൻ്റെ സാന്നിധ്യവും സാമീപ്യമുള്ള സ്ഥലമാണ്. ഏറ്റവും പരിശുദ്ധമായ അത്താഴമേശയിൽ താമസിച്ച് വരികയും ഏറ്റവും മോശമായിട്ട് ഇടപെടുകയും പല വിചാരത്തിൽ ഇരിക്കുകയും ചെയ്യുന്നവനാണ് പുറത്തിറങ്ങിപ്പോയി പാപം ചെയ്യുകയും അന്ധകാരത്തിലേക്ക് പോവുകയും തൂങ്ങിച്ചതുകയും ചെയ്ത യൂദാസ്. അത്താഴമേശയിൽ നിന്നാണ് ഇറങ്ങിപ്പോയത്. അത്താഴമേശ വെട്ടത്തിൻ്റെ സ്ഥലമാണ് ശരിക്കും. അവൻ അന്ധകാരത്തിലേക്ക് ഇറങ്ങിപ്പോയെന്നാണ് തിരുവചനം പറയുന്നത്. ഒരു അത്താഴമേശയിൽ അപ്പനും അമ്മയും മക്കളും കൂടി ചെന്ന് ഭക്ഷിക്കുമ്പോൾ അത് സ്വർഗീയമായ കൂട്ടായ്മ അവിടെ കിട്ടുന്നത്. അവിടുന്ന് ഒരാൾ ഇച്ചിരി അപമര്യാദയിൽ ഇറങ്ങിപ്പോവുക, അല്ലെങ്കിൽ അവിടെ പലചാരത്തോടെ നമ്മൾ TV പോലും മാറ്റി വെക്കണമെന്നൊക്കെ ഊട്ടുമേശയിൽ നിന്ന്, അല്ലെങ്കിൽ ആ ഊട്ടുമുറിയിൽ നിന്ന് മാറ്റി വെക്കണം എന്ന് പറഞ്ഞ സാങ്കത്യതാണ്. ഇത് പരിശുദ്ധമായ കാര്യം. അതുകൊണ്ട് തന്നെയാണ് പ്രാർത്ഥനാപൂർവ്വം തുടങ്ങണമെന്നും പ്രാർത്ഥനാപൂർവ്വം അവസാനിക്കണമെന്നും പറഞ്ഞത്. ഈശോ ഇതെല്ലാം മാതൃക കാണിക്കുന്നില്ലേ? അവർ പ്രാർത്ഥനാപൂർവ്വം തുടങ്ങി തിരുവചനം പറയുന്നുണ്ട്. അതിനുശേഷം ഈശോ സംസാരിക്കാനുള്ള എല്ലാ കാര്യങ്ങളും, അവരുടെ ഉപദേശങ്ങളെല്ലാം കൊടുത്തു. ഇതെൻ്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യാൻ പറഞ്ഞു. പരിശുദ്ധമായ വിസ്തുർബാൻ സ്ഥാപിച്ചു. അതിനുശേഷം നമ്മൾ വായിക്കുന്നു, അവർ ഒലിവുമലയിലേക്ക് സ്തോത്രഗീതം പാടിക്കൊണ്ട് ഒലിവുമലയിലേക്ക് പോയി. അതിനർത്ഥം തന്നെ പ്രാർത്ഥനയെ കഴിഞ്ഞ് തമ്പുരാൻ നന്ദിയും പറഞ്ഞിട്ട് അവർ ആ അത്താഴമേശയിൽ എഴുന്നേറ്റ് പോയി. നമ്മുടെ അത്താഴമേശകൾ കുറേ കൂടി നമുക്ക് മനോഹരമാക്കാം. നമ്മുടെ ഭക്ഷണശീലങ്ങൾ കുറേ കൂടി നമുക്ക് വിശുദ്ധമാക്കാം. അമ്മമാർക്ക് ഹന്നാമ്പളം തളിച്ചും വിശുദ്ധ കുരിശ് വരച്ചും ഒരു പിടി വിശുദ്ധന്മാരുടെ സഹായം മേടിച്ചും മാലാഖമാരുടെയും വിശുദ്ധരുടെയൊക്കെ സാന്നിധ്യം മേടിച്ചുകൊണ്ട് നിങ്ങളുടെ അടുക്കളകൾ കുറേ കൂടി സ്വർഗീയമാക്കാം. ഊട്ടുമേശയിൽ ഉറപ്പായിട്ടും കർത്താവിന് സ്ഥാനം കൊടുത്തുണ്ട്. പഴയ കുട്ടനാടൻ, അതായത് നാട്ടിൻപുറത്തുള്ള കുട്ടനാടൻ ഊട്ടുമേശകളെ പറ്റി പറഞ്ഞു കേട്ടിട്ടുണ്ട്. അവിടെ വലിയ മേശപ്പുറത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കസേര ആരും ഇരിക്കത്തില്ലെന്ന് പറയുന്നത്. ഞാനത് കേൾക്കുമ്പോൾ അതിശയത്തോടെ, എൻ്റെ ചേച്ചി ഇവിടെ കുട്ടനാണ്, അത് അതിശയത്തോടെ ഞാൻ കേട്ടിരുന്നത്. അവർ പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ചെയർ ഒഴിച്ചിട്ടിരിക്കും എപ്പോഴും. അത് ഈശോയ്ക്കുള്ള ചെയറാണ്. കൊച്ചുപിള്ളേർ കയറിയിരിക്കാൻ സമ്മതിക്കത്തില്ല. അത് ഈശോയുടെ ചെയറാണ്. അത് ഈശോ വന്നിരിക്കാനുള്ളതാണ്. അതിനർത്ഥം എന്താ? നമ്മുടെ പഴമക്കാർക്കൊക്കെ അത്ര ഉറപ്പുണ്ടായിരുന്നു ഈശോ എല്ലാ ഊട്ടുമേശയിലും സന്നിഹിതനാണെന്നുള്ളത്. അതുകൊണ്ട് ഒരല്പം കൂടി നമ്മുടെ ഊട്ടുമേശകൾ നമുക്ക് വിശുദ്ധമാക്കാം. നമ്മുടെ ഭക്ഷണ ക്രമീകരണങ്ങൾ വിശുദ്ധമാക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ശരീരവും ആത്മാവുമെല്ലാം ഈ വിശുദ്ധമായ ഭക്ഷണം കഴിച്ച് സ്വർഗോന്മുഖമായ യാത്ര ചെയ്യട്ടെ. നമുക്കൊന്ന് ചേർന്ന് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. സാധിക്കുമെങ്കിൽ നമ്മളിപ്പോൾ ഇരിക്കുന്നതിൻ്റെ ഊട്ടുമേശയുടെ അരികിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ. നമുക്കൊന്ന് ചേർന്ന് കരങ്ങളൊക്കെ ഒന്ന് ചേർത്ത് പിടിച്ച് മാതാപിതാക്കളോട് നിന്ന് തമ്പുരാൻ്റെ ആ പരിശുദ്ധ ഊട്ടുമേശ ഒന്ന് സ്മരിക്കാം. ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. ഈശോയെ, നീ ശിഷ്യന്മാർക്കൊപ്പം ഓരോ തവണയും ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ആകാശങ്ങളിലേക്ക് കണ്ണുകളുയർത്തി അപ്പനോട് പ്രാർത്ഥിച്ചു. ഓരോ ഭക്ഷണങ്ങൾക്ക് ശേഷവും നീ വീണ്ടും അപ്പന് നന്ദി പറഞ്ഞു. എന്നിട്ട് ഞങ്ങളോടായി പറഞ്ഞു, ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ഇതുപോലെ നിങ്ങൾ ചെയ്യുവിൻ. ഈശോയെ, ഞങ്ങളുടെ ഊട്ടുമേശകളെ, ഞങ്ങളുടെ ഭക്ഷണങ്ങളെ നീ കുറേ കൂടി വിശുദ്ധീകരിച്ച് ഞങ്ങൾക്ക് തരണമേ. കുറേ കൂടി പ്രാർത്ഥനാപൂർവ്വമായിരിക്കും ഞങ്ങളെ സഹായിക്കണമേ. ഈ നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഏതെങ്കിലും ഭക്ഷണങ്ങളൊക്കെ തുടർച്ചയായിട്ട് അലർജി ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ ഭക്ഷിക്കാൻ പറ്റാതെ വരുന്ന മക്കളുണ്ടെങ്കിൽ അവർക്ക് ഈ നിമിഷം തമ്പുരാനെ നിന്റെ സൗഖ്യത്തിൻ്റെ കരം നീട്ടി അവരെ നീ ഈ നിമിഷം തന്നെ സുഖമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ചില ഭക്ഷണം കഴിക്കാൻ ഒട്ടും താല്പര്യമില്ലാത്ത മക്കളെയൊക്കെ ഉണ്ടെങ്കിൽ തമ്പുരാനെ അവരെ ഈ മേഖലയിൽ നീ സൗഖ്യം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തുടർച്ചയായിട്ട് പരാതികളുള്ള കുടുംബങ്ങളുണ്ടെങ്കിൽ തമ്പുരാനെ ഈ മേഖലയിൽ നീ ഈ നിമിഷം തന്നെ അവർക്ക് സൗഖ്യം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മ മാതാവേ, നീയാണല്ലോ ഏറ്റവും നല്ല ഈ ഭൂമിയിൽ കണ്ട ഏറ്റവും നല്ല കുക്ക്. മകനെ ഏറ്റവും നല്ല ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്ത് ശിഷ്യന്മാരെയൊക്കെ കുറേ ദിവസം കൂട്ടിച്ചേർത്തിട്ട് ഭക്ഷണമൊക്കെ കൊടുത്ത് ഒരുക്കിയ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ ഒരുക്കിയ പരിശുദ്ധ അമ്മ. അമ്മ മാതാവേ, പ്രത്യേകിച്ച് ഞങ്ങളുടെ അമ്മമാർക്ക് നീ എപ്പോഴും കൂട്ടായിരിക്കണമേ, എപ്പോഴും അവരുടെ കൂടെ ഉണ്ടായിരിക്കണമേ. ഞങ്ങളുടെ മക്കളെ ഏറ്റവും വിശുദ്ധമായി ഭക്ഷിക്കാനും അതിലൂടെ ഏറ്റവും സ്വർഗീയാനന്ദം ലഭിക്കാനും അവർക്ക് ഒരു കാരണമാകട്ടെ. നമുക്കൊന്ന് ചേർന്ന് സ്വർഗത്തോടൊപ്പം ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാമെല്ലാവരും ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.
പ്രിയപ്പെട്ടവരെ, ഇതിപ്പോൾ ഏകദേശം സമയം 8:30 ആയി കാണും. നിങ്ങൾ ഉറപ്പായിട്ട് ഭക്ഷണം കഴിച്ചിട്ടില്ലെന്ന് ഞാൻ കരുതുന്നു. സാധിക്കുമെങ്കിൽ ഇന്നു മുതൽ തന്നെ നമ്മുടെ അത്താഴ മേശകളുടെ അല്പം കൂടി വിശുദ്ധമാകട്ടെ. ഒരു പ്രാർത്ഥനയോടെ തുടങ്ങുകയും ഒരു നന്ദി പറച്ചിലൂടെ അവസാനിക്കുകയും ചെയ്യുന്ന ഒരു നല്ല ശീലം.